നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. 1.5 മാസം നീണ്ടുനിന്ന തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അവസാനമാവുകയാണ്. നാളെയാണ് കൊട്ടിക്കലാശം. നാളത്തേതുകൂടി പരസ്യ പ്രചരണം അവസാനിക്കുകയാണ്. ത്രികോണ മത്സരം നടക്കുന്ന ആലപ്പുഴയിലും തിരുവനന്തപുരത്തും വോട്ടുറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് തേടാൻ ദേശീയ നേതാക്കൾ വരെ രംഗത്തെത്തി. ഇടതുപക്ഷത്തിനായി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ രംഗത്തെത്തിയെങ്കിലും കാര്യമായി ചലനം ഉണ്ടാവാതിരുന്നത് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ളവരെ ഞെട്ടിക്കുകയാണ്. UDFന്റെ പ്രചരണത്തിനായി അവസാന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി എത്താതിരുന്നത് കോൺഗ്രസിന് തിരിച്ചടിയായി. UDFനായി ഇത്തവണ കർണാടകയിൽ നിന്നുള്ള നേതാക്കളാണ് കൂടുതലായും എത്തിയതെന്ന് ശ്രദ്ധേയമാവുകയാണ്. രാഷ്ട്രീയപരമായി ഏറെ പ്രത്യേകതയുള്ള ആലപ്പുഴ ത്രികോണ മത്സരത്തിന് വേദിയാകുന്നത് ഇതാദ്യമാണ്. മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ശോഭാ സുരേന്ദ്രന്റെ രാഷ്ട്രീയപരമായ മേന്മകളും BJP മുന്നേറാൻ കാരണമായിട്ടുണ്ട്. അതുപോലെ വർഷങ്ങളായി വികസനം മുരടിച്ചു നിൽക്കുന്ന തിരുവനന്തപുരത്തിന് പുതിയ ദിശാബോധം നൽകാൻ BJPക്ക് കഴിയുമെന്ന് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും ഉറപ്പു നൽകുന്നു. ഈ തിരഞ്ഞെടുപ്പോടെ തിരുവനന്തപുരം വികസന മുന്നേറ്റം കുറിക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഉറപ്പ്. കഴിഞ്ഞ കാലങ്ങളിൽ മാറി മാറി വന്ന സർക്കാരുകളുടെയും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെയും നിഷ്ക്രിയ സമീപനമാണ് വികസനത്തിന്റെ കാര്യത്തിൽ വലിയ സാധ്യതകൾ ഉണ്ടാകാതിരുന്ന തിരുവനന്തപുരത്തെ പിന്നോട്ടടിച്ചതെന്നും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനെത്തുമ്പോൾ ഇനി കാലം നടക്കുമെന്നാണ് ഞാൻ ജനങ്ങളോട് പറയുന്നത്. എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ജനങ്ങൾ ചോദിച്ചപ്പോൾ അവർക്ക് നൽകിയ ഉത്തരമാണ് തന്റെ വികസന രേഖയെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് തിരുവനന്തപുരത്തെ രാജ്യത്തിന്റെ തന്നെ മികച്ച വികസന കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. തിരുവനന്തപുരത്തെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നുമുള്ള പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പുതിയ വികസന രേഖ തയ്യാറാക്കിയിരിക്കുന്നത്. തീരദേശവാസികൾ, കൈത്തറി തൊഴിലാളികൾ, കർഷകരടക്കമുള്ള സാധാരണക്കാരാണ് കഴിഞ്ഞ കാലങ്ങളിലെ വികസനമില്ലായ്മകൾക്ക് ഇരകളായിട്ടുള്ളത്. ഈ സ്ഥിതി മാറുന്നതിനും അവരുടെ ജീവിത ഉന്നമനം ലക്ഷ്യമിട്ടുള്ള സവിശേഷമായ പദ്ധതികളാണ് തന്റെ വികസന രേഖയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് കർഷകർ, തീരദേശവാസികൾ, യുവാക്കൾ, വയോധികർ, സ്ത്രീകൾ എന്നിവരെയെല്ലാം വികസന രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ വാക്കു നൽകുന്നുണ്ട്. ആലപ്പുഴയിലായാലും തൃശ്ശൂരിലായാലും തിരുവനന്തപുരത്തായാലും ഇടത് വലത്ത് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ടുള്ള NDAയുടെ മുന്നേറ്റം പ്രതീക്ഷ നൽകുന്നതാണ്.